തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. വോട്ടുകളെല്ലാം പെട്ടിയിലായി. മെയ് മാസം 4-ാം തീയതി ഫലവും പ്രഖ്യാപിക്കും. അപ്പോഴേക്കും ജനം വോട്ട് ചെയ്ത കാര്യം മറക്കുകയും ചെയ്യും. കാര്യങ്ങളുടെ പോക്ക് വിശകലനം ചെയ്യുമ്പോൾ പിണറായി വിജയന് ഹാട്രിക് അടിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഈ ദയനീയ പരാജയത്തിന് പിണറായി വിജയൻ നന്ദി പറയേണ്ടത് കെ സുധാകരനോടാണ്. ഭരണവിരുദ്ധ വികാരമെന്നൊന്ന് ഉയർത്തിക്കാണിക്കുവാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. പിണറായി വിരുദ്ധതയാണ് എല്ലാവർക്കും ഉയർത്തിക്കാണിക്കുവാനുണ്ടായിരുന്നത്. അത് ഒരു പരിധിവരെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന വിചാരമാണ് കോൺഗ്രസിനുള്ളത്. പിണറായി വിജയനെ ചൊറിഞ്ഞ് എന്തെങ്കിലും പറയിച്ച് അവസാന റൗണ്ടിൽ കളം പിടിച്ചെടുക്കാമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരു ചിന്ത. രേവന്ത് റെഡ്ഡിയെ കൊണ്ട് പിണറായിയെ ചീത്ത വിളിപ്പിച്ചത് അതിനാണ്. ഒരു അന്യസംസ്ഥാന മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് വന്ന് എന്ത് തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തത് പ്രോത്സാഹിപ്പിക്കാവുന്ന വിഷയമല്ല. എന്നാൽ സകല മാധ്യമ പ്രവർത്തകർ പോലും അതിനെ ഒരു കുട്ടിക്കളിയായി കരുതി. മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. പക്ഷെ അത് നമ്മൾക്കാർക്കും പിടിച്ചില്ല. പിണറായി വിജയൻ തന്നെ ചീത്ത വിളിച്ച ഒരാളെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കണമായിരുന്നോ എന്നാണ് പലരും ചോദിച്ചത്. സാധാരണ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് സമയമല്ലേ വിട്ടുകളയാമെന്ന് കരുതുന്ന കാര്യം പോലും പിണറായി വിജയൻ കൃത്യമായി കൈകാര്യം ചെയ്തു. മാധ്യമങ്ങൾ കോൺഗ്രസ്സുകാരോട് ചേർന്ന് പറയുന്നത് പോലെ അല്ല. LDFന് ആ വഴിയിൽ 100 വോട്ട് കൂടുതലേ കിട്ടൂ. ആത്മാഭിമാനമുള്ളവർ പിണറായിയുടെ പ്രവൃത്തിയെ അങ്ങേയറ്റം പ്രശംസിച്ചു. ഇതുകൊണ്ട് അവസാനിച്ചുവെന്നാരും കരുതരുത്. പറയാനുള്ള മറുപടി കൃത്യമായി നാളെ മുതൽ എന്ന് വേണമെങ്കിലും കിട്ടും. പിണറായി പറഞ്ഞ ഡാഷ് മോനെ എന്ന സ്ഥലത്ത് അത് വായിക്കുന്നവന്റെ നിലവാരത്തിന് അനുസരിച്ചുള്ള വാക്കുകൾ ഉപയോഗിച്ച് പൂരിപ്പിക്കാവുന്നതാണ്. പ്രതിപക്ഷത്തിന് പറ്റിയത് ഒരിക്കലും നടത്താൻ സാധിക്കാത്ത ചില വാഗ്ദാനങ്ങൾ നൽകിയതാണ്. നടക്കാത്ത കാര്യമായതുകൊണ്ടായിരിക്കാം ആ ഗ്യാരണ്ടിക്ക് ഇന്ദിരയുടെ പേര് നൽകിയത്. മരിച്ചുപോയ ഒരാളുടെ പേരിൽ ഗ്യാരണ്ടി കൊടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. വാഗ്ദാനങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ ആരോട് പോയി ചോദിക്കാൻ? പ്രതിപക്ഷത്തെ ഏറ്റവും സമ്മർദ്ദത്തിലാക്കിയത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുന്ന വിഷയമാണ്. നാളിതുവരെ വീട് എവിടെ എന്ന ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിനിടയിൽ പിരിച്ചെടുത്ത തുകയുടെ കണക്ക് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ മൊത്തം കട്ടതിന്റെ കണക്കും കൂടി ബോധിപ്പിക്കുവാൻ സണ്ണി ജോസഫ് ബാധ്യസ്ഥനായി തീർന്നു. കോൺഗ്രസുകാരുടെ തന്നെ കണക്കനുസരിച്ച് ഫെഡറൽ ബാങ്കിലും ധനലക്ഷ്മി ബാങ്കിലും ഓരോ അക്കൗണ്ട് ഈ ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. അതിൽ ഒരു ബാങ്കിലെ കണക്ക് മാത്രമാണ് ബോധിപ്പിച്ചിരിക്കുന്നതെന്നാണ് ചില കോൺഗ്രസുകാർ തന്നെ പരസ്യമായി പറയുന്നത്. 54 കോടി രൂപ പിരിവ് എന്ന കണക്ക് സ്ക്രീൻഷോട്ട് എടുത്ത ആരോ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പരാതി കൊടുക്കുവാൻ കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെയും കാണാത്തതുകൊണ്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കേണ്ട അവസ്ഥയാണ് ജനത്തിനുള്ളത്. ഈ തുക മുഴുവൻ അടിച്ചുമാറ്റിയതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസുകാർ കൊടുക്കുന്നത് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരനാണ്. ഈ തുക മാത്രമല്ല, കോൺഗ്രസിന്റെ 137ാം ജന്മദിനത്തിൽ ഒരു പാർട്ടി ഫണ്ട് പിരിച്ചിരുന്നു. അതും ചിലവായിൽ പോയെന്നാണ് കോൺഗ്രസുകാർ അടക്കം പറയുന്നത്. മറ്റൊന്നുകൂടി കോൺഗ്രസുകാർ പറയുന്നുണ്ട്. KPCC ട്രഷററായിരുന്ന ഒരാളുടെ ആത്മഹത്യ കെ സുധാകരൻ പ്രസിഡന്റായിരുന്ന സമയത്ത് നടന്നിട്ടുണ്ട്. ചില ഫണ്ട് തിരിമറികൾക്ക് കൂട്ടുനിൽക്കാത്തതിന് ഭീഷണിപ്പെടുത്തിയെന്നും ആ ഫണ്ട് പിടിച്ചുവാങ്ങി അടിച്ചുമാറ്റിയിട്ട് അത് ദുരുപയോഗം ചെയ്തത് ഇയാളാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു അത്രേ. തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിൽ ആ നേതാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് സാധാരണ കോൺഗ്രസുകാരുടെ വിശ്വാസം. ഇതിന്റെ മുഴുവൻ സത്യാവസ്ഥ ഏകദേശം അറിയാവുന്നത് KC വേണുഗോപാലിനാണ്. അദ്ദേഹമാണെങ്കിൽ ഒന്ന് തുറന്നു പറയാൻ തയ്യാറുമല്ല. ഏതായാലും ഇടതുമുന്നണി കഴിഞ്ഞാൽ വലതുമുന്നണിക്കെന്ന ഒറ്റ തത്വത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് ഇതോടെ ഏതാണ്ട് കട്ടയും പടവും മടക്കുമെന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. ഏതായാലും പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിലെത്തിയാൽ കെ സുധാകരൻ ഇടതുമുന്നണിയുടെ ഐശ്വര്യമെന്ന് AKG സെന്ററിൽ എഴുതി വയ്ക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അങ്ങേയറ്റം നന്ദികേടായി വ്യാഖ്യാനിക്കുകയും ചെയ്യും.